ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ. കല്ലാർ 12 ഏക്കർ തോട്ടത്തിനുൾവശത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ ലഹരിക്കൂട്ടം തമ്പടിച്ചു. വീടിന് പരിസരത്തായി നായകളെ കാവൽ നിർത്തി അതിവിദഗ്ധമായ താമസം. പോലീസ് വീട് വളഞ്ഞെന്ന് മനസ്സിലാക്കിയ സംഘം ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ പാഞ്ഞ പോലീസ് അതിസാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. 2 പേരെ വീടിനുള്ളിൽ വെച്ചും പിടികൂടി. പോലീസ് എത്തുന്ന സമയത്ത് കഞ്ചാവ് പൊതികളിലാക്കുകയായിരുന്നു സംഘം. 12 ഏക്കർ സ്വദേശി സുജീഷ്, ഐലറ സ്വദേശി സൂരജ്, വിളക്കുവട്ടം സ്വദേശി നിധീഷ്, മൈലക്കൽ സ്വദേശി ഇന്ദ്രജിത്ത്, ഇളമ്പൽ കോട്ടവട്ടം സ്വദേശി അരുൺജിത്ത് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ ഒരാളുടെ ബന്ധുവായ സ്ത്രീയുടെ വീടാണിത്. അവർ ലോട്ടറി കച്ചവടത്തിനായി പോകുന്ന സമയത്താണ് ലഹരിക്കൂട്ടം ഈ വീട്ടിൽ തമ്പടിക്കുന്നത്. 25, 26, 27 വയസ്സിനകത്ത് 20 വയസ്സിനകത്തുള്ള പിള്ളേരുകളാണ് വരുന്നത്. ഞാൻ തന്നെ ഒരു സംബന്ധിച്ചിടത്ത് പറഞ്ഞു, അമ്മച്ചി ചെറുക്കൻ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ജോലിക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ വഴക്കം ഈ അമ്മച്ചിട്ട് ഞാൻ വഴക്ക് പറയുകയും ചെയ്തു. കാരണം നമ്മളൊരു തള്ളയുടെ ഒരു പ്രായമുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പിള്ളേർക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ഒരു സംഘം ചേർന്ന് നമ്മൾ ഇടിയും. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചില സമയത്ത് ഞാൻ വരുമ്പോഴായിരിക്കും അവർ പോകുന്നത്, ചിലപ്പോൾ അവർ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പോകുന്നത്. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജകുമാർ സ്ഥലത്തെത്തി പ്രതികളുടെ ദേഹപരിശോധന നടത്തി. 2.5 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് കൊണ്ടുവന്ന് വീട്ടിലെത്തി വിൽപ്പന നടത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ സമാന രീതിയിൽ കഞ്ചാവ് വിൽപ്പന മുൻപും നടത്തിയതിന് തെളിവുകളുണ്ട്. ഇതില് ഇന്ദ്രജിത്തിന് നേരത്തെ ഹരിയാനയിൽ ഇതുപോലൊരു NDPS കേസിലെ പ്രതിയാണ്. ആളെ അവിടെ നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മറ്റ് പ്രതികൾക്ക് നേരത്തെയുള്ള കേസുകളില്ല. ഇവര് കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്ന, ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതില് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം പ്രകാരം ബീഹണ്ട് എന്ന് പറയുന്ന ഒരു NDPS ലഹരി വസ്തുക്കൾ പിടിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ്, ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസാബ് ടീമംഗങ്ങളും അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ 2.5 കിലോ കഞ്ചാവ് ഇന്ന് പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുള്ളത്. ഇരുചക്ര വാഹനത്തിൽ യുവാക്കളുടെ വലിയ സംഘം ഈ വീട് കേന്ദ്രീകരിച്ച് എത്തുന്നതായി പ്രദേശവാസികളും പറയുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.